Hello everyone! ഇന്ന് ഒരു സാറ്റർഡേ ആണ്, 6th of December 2025. അപ്പോൾ ഇന്ന് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉള്ള ഒരു ദിവസമാണ് കേട്ടോ. ബേബിയുടെ ജെൻഡർ റിവീൽ നടത്താൻ പോവാണ്. ജെൻഡർ റിവീൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഘോഷമായിട്ട് ഒരു 10-100 പേരെ വിളിച്ചിട്ടുള്ള വലിയ പരിപാടിയൊന്നുമില്ല. ഇത് ഹൊസാനയുണ്ട്, ഞാനുണ്ട്, ഞങ്ങളുടെ 2 ഫ്രണ്ട്സ് ഉണ്ട്, പിന്നെ വേറെ 2 പേരുണ്ട്. മാക്സിമം ഒരു 6 to 10 ആളുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ വളരെ എന്താ പറയുക, ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് മാത്രം ഉള്ള ഒരു ഫങ്ഷനാണ്. അപ്പോൾ ഫങ്ഷനോ പാർട്ടിന്നോ ഒന്നും പറയാൻ പറ്റില്ല. ഇറ്റ്സ് ബേസിക്കലി ചെറിയൊരു ജെൻഡർ റിവീൽ. അപ്പോൾ ഹൊസാനയ്ക്ക് ഓൾറെഡി അറിയാം ബേബിയുടെ ജെൻഡർ. കാരണം ഞങ്ങൾക്ക് 12 വീക്ക് സ്കാൻ കഴിഞ്ഞപ്പോൾ എനിക്കൊരു ലെറ്ററായിട്ട് എൻ്റെ എൻവലപ്പായിട്ട് ഡോക്ടർ എനിക്ക് തന്നിരുന്നു. അപ്പോൾ അത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഹൊസാനയ്ക്ക് ഭയങ്കര എന്താ പറയുക, ഇംപേഷ്യൻ്റ് ആയിരുന്നു ആൾ. എനിക്ക് അറിയണം, എൻ്റെ കൊച്ചല്ലേ, എനിക്കറിയണ്ടേ ആദ്യം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര ഞാൻ ഒത്തിരി പറഞ്ഞു നോക്കരുത് എന്ന്. പക്ഷെ ആളത് തുറന്ന് നോക്കി. പക്ഷേ ആദ്യം എനിക്ക് ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. എന്തിനാ എപ്പോഴും തുറന്ന് നോക്കിയത്, നമുക്ക് ഒരുമിച്ച് നോക്കിയാൽ പോരായിരുന്നോ, സർപ്രൈസ് അല്ലേ, അപ്പം അങ്ങനെ അറിഞ്ഞാൽ മതിയായിരുന്നല്ലോ എന്നുള്ള രീതിയിൽ. പക്ഷേ പിന്നീട് ഞാൻ ഓർത്തു കഴിഞ്ഞപ്പോൾ ബേബിയുടെ ഇപ്പോൾ ക്യാരി ചെയ്യുന്ന ആൾ ഞാനല്ലേ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഫസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് എനിക്കാണ് അല്ലേ. ഇപ്പോൾ ബേബി മൂവ്മെൻറ്റ്സ് ആണെങ്കിലും അതെ, എല്ലാ കാര്യങ്ങളും കൊച്ചുമായിട്ടുള്ള ഏറ്റവും ആദ്യത്തെ കണക്ഷൻ വരുന്നത് എനിക്കാണ്, ബാക്കി എല്ലാ കാര്യങ്ങളിലും അല്ലേ. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ മാത്രമാണ്, അതായത് ബേബിയുടെ ജെൻഡർ അറിയുക എന്നുള്ളൊരു വിഷയത്തിൽ മാത്രമാണ് ഹൊസാന ഗെറ്റ്സ് ടു ബി ദ ഫസ്റ്റ് പേഴ്സൺ അല്ലേ. അപ്പോൾ ഞാൻ ഓർത്തു, ഓക്കെ, അതൊരു നല്ല കാര്യമല്ലേ, അവിടെയെങ്കിലും ആൾക്ക് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ആ ഒരു വേറെ ലെവലിൽ ഞാനിങ്ങനെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ, ഇറ്റ്സ് നൈസ്, എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങനെ ഞാനിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്ന് അങ്ങനെ വലിയ ഇത് പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഇവൻറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല. ജസ്റ്റ് ഒരു 2 days ആയിട്ട് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഇന്ന് സാറ്റർഡേ അല്ലേ, പക്ഷെ എനിക്ക് വർക്ക് ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങൾ, അവർക്ക് വർക്ക് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിഞ്ഞിട്ട് നമ്മുടെ മൈൻഡിലുള്ള ഈ ഒരു 3-4 പേരെ മാത്രം വിളിച്ചിട്ട് അവരുടെയും കൂടെ വർക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഉണ്ടായിരുന്ന വർക്ക് ഞാൻ ക്യാൻസൽ ചെയ്തിട്ട് അപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നാണ് ഞാൻ കേക്കിനുള്ള ഓർഡർ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് കേക്കിൽ റിവീൽ ചെയ്യാന്നുള്ള രീതിയിലായിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കസിൻ്റെ ജെൻഡർ റിവീലിനും കസിൻ്റെ ബേബിയുടെ ഫസ്റ്റ് ബർത്ത്ഡേക്കൊക്കെ ഞാൻ ഒരു സെയിം സ്ഥലത്ത് തന്നെയാണ് കേക്ക് ഓർഡർ കൊടുത്തിരുന്നത്. ഭയങ്കര നന്നായിട്ട് ചെയ്തു കേട്ടോ പുള്ളിക്കാരി. അന്ന് 2 പ്രാവശ്യം ഞാൻ ഓർഡർ കൊടുത്തപ്പോഴും ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഞാൻ മാത്രമല്ല, ബാക്കി ആ പ്രോഗ്രാമിനും ഫംഗ്ഷന് വന്നവരെല്ലാവരും കുറേ പേര് അത് എന്നോട് ചോദിച്ചത്, എവിടുന്നാണ് കേക്ക് ഓർഡർ ചെയ്തത്, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ സെയിം ആ ആളുടെ അടുത്ത് നിന്ന് തന്നെയാണ് ഓർഡർ ചെയ്തത്. നമുക്ക് വീടിൻ്റെ അവിടെ നിന്ന് ഒരു 8 minutes യാത്രയുള്ളൂ അപ്പോൾ ഈ കേക്ക് വാങ്ങാനായിട്ട്. അപ്പോൾ പുള്ളിക്കാരിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു, ഞാൻ ആദ്യം സൺഡേ ആയിരുന്നു എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത് ഇത് ചെയ്യാം എന്നുള്ളത്. പക്ഷേ പുള്ളിക്കാരി പറഞ്ഞു, ഞാൻ സൺഡേ അവൈലബിൾ അല്ല, പക്ഷെ ഞാൻ സാറ്റർഡേ ചെയ്ത് തരാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു, ഓക്കെ, സാറ്റർഡേ ഇപ്പോൾ എല്ലാ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരൊക്കെ ഫ്രീ ആണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു സാറ്റർഡേ ചെയ്യാം. അപ്പോൾ ഇന്നാണ് സാറ്റർഡേ. നമ്മുടെ ആവശ്യമായതുകൊണ്ട് ഞാൻ എൻ്റെ ഷിഫ്റ്റൊക്കെ ക്യാൻസൽ ചെയ്തു. പിന്നെ ഞാൻ ഓൾറെഡി ഷീനിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് നല്ല വെയിലുള്ള ദിവസമാണ്. അപ്പം ഞാൻ ശരിക്കും ഒരു പാർക്കിൽ പോയിട്ട് ഒരു പിക്നിക് മോഡിൽ ചെയ്യാം എന്നുള്ള രീതിയിലായിരിക്കുന്നത്, നമ്മൾ rather than വീട്ടിൽ ചെയ്യുന്നതിനേക്കാളും. അപ്പോൾ അത് കുറച്ചും കൂടെ നല്ലതായിരിക്കുമല്ലോ, സ്പെഷ്യലി ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് കുറച്ചും കൂടെ വെട്ടോ വെളിച്ചമൊക്കെ ഉള്ളിടത്താണെങ്കിൽ നല്ലതായിരിക്കുമല്ലോ എന്ന് തോന്നി. അപ്പോൾ ഇവിടെ നമ്മുടെ വീടിൻ്റെ ഇവിടെ നിന്ന് ഒരു 5 minute റോഡ് ക്രോസ് ചെയ്താൽ തന്നെ ഇവിടെ ഒരു ലേക്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ പോയി നിന്നിട്ട് നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ് ഇപ്പോഴത്തെ എൻ്റെ പ്ലാൻ. ഞാൻ കുറേ നാൾ മുന്നേ ഷെയിനിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് എപ്പോഴെങ്കിലുമൊക്കെ നടക്കുവാണെങ്കിൽ ഈ മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, വലിയ പരിപാടിയൊന്നുമല്ല, ജസ്റ്റ് നമ്മൾ 6-7 പേരെ കാണുള്ളൂ. അപ്പോൾ ഐ എം ലുക്കിംഗ് ഫോർവേഡ്. ഞാൻ ഹൊസാന റിസൾട്ട് അറിഞ്ഞ അന്ന് തുടങ്ങി ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, എന്താണ് ബേബി ബോയ് ആണോ ഗേൾ ആണോ, ബോയ് ആണോ. അപ്പോൾ ആളിങ്ങനെ ഓരോ ദിവസം ഇന്ന് ബോയാന്ന് പറയും, നാളെ ഗേളാന്ന് പറയും. യാതൊരു വിധ ക്ലൂവും തരുന്നില്ല കേട്ടോ. എൻ്റെ ഫാമിലിയിൽ ഞാൻ പറയുകയാണെങ്കിൽ
അപ്പയുടെ സൈഡിലാണ് പിന്നെയും കസിൻസ് ഒക്കെ ഉള്ളവർ എല്ലാം 1 ബോയ് 1 ഗേൾ 1 ബോയ് അങ്ങനെയൊക്കെ. ഇപ്പം ഞങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ് ഞാനും ചേച്ചിയും അങ്ങനെ 2 ഗേൾസ് ആയിട്ടുള്ളത്. പക്ഷെ അമ്മയുടെ വീട്ടിൽ പറയുകയാണെങ്കിൽ എല്ലാവരും ഗേൾസാണ്. അമ്മയുടെ അമ്മ, ഞങ്ങളുടെ അമ്മച്ചിയൊക്കെ 3 പെണ്ണുങ്ങളാണ്, അമ്മയൊക്കെ 3 പെണ്ണുങ്ങളാണ്. പിന്നെ ഞാനും ചേച്ചിയും, അമ്മയുടെ തൊട്ട് താഴെയുള്ള അനിയത്തിക്ക് 2 പെണ്ണുങ്ങൾ, ഏറ്റവും ലാസ്റ്റത്തെ ചിറ്റയ്ക്ക് മാത്രമാണ് ഒരാണും ഒരു പെണ്ണും. അപ്പം ഞങ്ങൾ 5 പെണ്ണുങ്ങൾക്ക് ശേഷമാണ് ഒരൊറ്റ ആണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പം ഞങ്ങളുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കൂടുതലും പാരമ്പര്യം വയസ്സ് നോക്കുകയാണെങ്കിൽ പെണ്ണാവാനാണ് ചാൻസ്. പക്ഷേ ഹൊസാനയുടെ സൈഡിലെടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ വീട്ടിൽ ഫുൾ ആണുങ്ങളാണ്. അതായത് ഉള്ള ആൾക്കാർ അവരുടെ കസിൻസ് ഒക്കെ ഇപ്പം ഞങ്ങളുടെ സൈഡിൽ ഫുള്ള് ഗേൾസ് എന്ന് പറഞ്ഞ പോലെ അവരുടെ സൈഡ് ഫുള്ള് ബോയ്സ് ആണ്. വളരെ എന്താ പറയുക, വിരലിൽ ഉണ്ടാവുന്ന അത്ര ആൾക്കാർ മാത്രമേ ഉള്ളൂ ഗേൾസ് ആയിട്ട്. ഇപ്പം കാനഡയിലുള്ളൊരു കസിൻ ഇപ്പം പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുകയാണ്, ആൾക്ക് ബേബി ബോയ് ആണ്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് പേർക്ക്. ഹൊസാനയുടെ ചേട്ടനും ബേബി ബോയ് ആണ്, എസ്ര. അങ്ങനെ എല്ലാവർക്കും ബോയ്സ് ആണ്. അപ്പോൾ ഹൊസാനയ്ക്ക് പൊതുവേ ബോയ്സിനോടൊരു താല്പര്യവും എനിക്ക് പൊതുവേ ഗേൾസിനോടൊരു താല്പര്യവും ഉണ്ട്. പക്ഷെ ഐ എം ഫൈൻ. ഞാൻ ഇപ്പോൾ അപ്പയുടെ സൈഡിലുള്ള കസിൻസിൻ്റെ കാര്യങ്ങളെല്ലാം എടുക്കുകയാണെങ്കിൽ കല്യാണം കഴിച്ച് കുട്ടികളായവർക്ക് എല്ലാവർക്കും ആൺകുട്ടികളാണ്, എക്സെപ്റ്റ് എൻ്റെ ചേച്ചിക്ക് മാത്രമാണ് വീട്ടിലൊരു പെൺകുട്ടിയായിട്ടുള്ളൂ. ബാക്കി കസിൻസിന് എല്ലാവർക്കും ആൺകുട്ടികളാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പം ഈ മിനിങ്ങാന്ന് കൂടി ഒരാൾ, എൻ്റെ ഒരു കസിൻ, അവൾക്ക് ബേബി ബോയ് ആണ് ഉണ്ടായത്. അതും അവളുടെ സെക്കൻഡ് ബേബി ബോയ് ആയിരുന്നു. ഒരു 6 മാസം മുന്നേ വേറൊരു കസിൻ ഉണ്ടായിരുന്നു, അവൾക്കും ബേബി ബോയ് ആണ്. അതെൻ്റെ മുന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓൾറെഡി. ഞാൻ അവരെ ബെൻഡിഗോയിൽ പോയി വിസിറ്റ് ചെയ്ത ഫാമിലി വീഡിയോ നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയില്ല, അതിനകത്തുണ്ട്. അപ്പോൾ അവർ 2 ബോയ്സ് ആണ്. അങ്ങനെ അപ്പോൾ എനിക്കറിയില്ല, ഇന്നറിയാം റാഹേലിന് ബേബി സിസ്റ്ററിനെ കിട്ടുമോ അല്ലെങ്കിൽ ഒരു ബേബി ബ്രദറിനെ കിട്ടുമോ എന്നുള്ളത്. ഇന്ന് 4 മണി 5 മണി ആ ഒരു ടൈമിൽ അറിയാം. ഞാൻ റാഹേലിനോട് ചോദിച്ചു, റാഹേലിന് ബേബി ബ്രദറാണോ ബേബി സിസ്റ്ററാണോ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു അവൾക്ക് ബേബി ബ്രദർ മതി എന്ന് അവൾ പറഞ്ഞു. ഓക്കെ, ബേബി ബ്രദേഴ്സിനോട് പൊതുവെ ഒരു താല്പര്യമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അവൾ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഓർത്തു, ഓക്കെ അങ്ങനെയാണെങ്കിൽ ബേബി ബ്രദർ ഇരുന്നോട്ടെ, അവൾക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ അവള് തന്നെ. അപ്പോൾ ഞങ്ങൾ നോക്കുവാണെങ്കിൽ കസിൻസിലുള്ള കുട്ടികളെ എല്ലാവരും കൗണ്ട് ചെയ്ത് കഴിയുമ്പം 7 ആൺകുട്ടികളുണ്ട്, പിന്നെ റാഹേൽ ഒരു പെണ്ണും, അങ്ങനെയാണുള്ളത്. അപ്പോൾ ഇപ്പം എനിക്കും ബേബി ബോയ് ആണെങ്കിൽ 8 ബോയ്സ് ഇസിക്കൽ ടു 1 ഗേൾ അങ്ങനെ വരും. 8 ആങ്ങളമാർക്ക് റാഹേൽ ഒരു കുട്ടി സിസ്റ്ററായിട്ട് അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അവളിങ്ങനെ ലിറ്റിൽ പ്രിൻസസ് ആയിട്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും ഇത് നമുക്കറിയാം. ഇപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ രാവിലെ പോയി കേക്കൊക്കെ ഞാൻ വാങ്ങിയിട്ട് വന്നു. അവസാനം ഞാനവിടെ പോയി കേക്ക് എല്ലാം കിട്ടി. നമ്മൾ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് സാധനം. പിന്നെ ആളിപ്പോൾ ഒരു ഫ്രണ്ടിനെ വിളിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ അവർ 2 പേരും കൂടെ ഉടനെ വരും. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് പോയി ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യാനുണ്ട്. നമ്മൾ കുറച്ച് നാൾ മുന്നേ 2 പ്ലാന്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ഉണങ്ങി പോകുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റീപ്ലേസ് ചെയ്ത് അങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പം അതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഏകദേശം നമുക്ക് ആ ഒരു ടൈം ആകും. അപ്പോൾ യെസ്, ഐ എം ലുക്കിംഗ് ഫോർവേഡ്. നോക്കാം അല്ലേ. ഇന്ന് ഒരു സ്പെഷ്യൽ ദിവസമായിരുന്നു. ഇന്ന് നമുക്ക് ഡോക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു. അതായത് 12 വീക്സിൻ്റെ അൾട്രാസൗണ്ട് സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റും എല്ലാം കഴിഞ്ഞിട്ടുള്ളതിൻ്റെ ഡോക്ടേഴ്സ് അപ്പോയിൻമെൻ്റ് ആയിരുന്നു. ആൻഡ് എല്ലാം നല്ല അടിപൊളിയായിട്ട് ഭംഗിയായിട്ട് പോയി. ഡോക്ടർ പറഞ്ഞു ഞാൻ ഹെൽത്തിയാണ്, ബേബി ഹെൽത്തിയാണ്, എൻ്റെ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, അയണും വൈറ്റമിൻസും എല്ലാം ഓക്കെയാണെന്ന് പറഞ്ഞു. ബേബി പെർഫെക്റ്റ് ഗ്രോത്തിലാണ് ഉള്ളത് എന്നും പറഞ്ഞു. അതിൻ്റെ കൂടെ നമുക്കൊരു സാധനവും കൂടെ ഇന്ന് ഡോക്ടർ നമുക്ക് തന്നു. ഞാൻ കാണിക്കട്ടെ. ഇതെന്താണെന്നറിയോ? ഇതിനകത്ത് നമ്മുടെ ബേബിയുടെ ജെൻഡറുണ്ട്. ബേബി ബോയ് ആണോ ഗേൾ ആണോ എന്നുള്ളത് ഡോക്ടർ എനിക്ക് എഴുതി തന്നിട്ടുണ്ട് ഇതിനകത്ത്. ഓക്കെ, എനിക്ക് ഭയങ്കര ടെൻഡൻസിയാണ് ഇത് തുറന്ന് നോക്കാനായിട്ട്. ഹൊസാനി പിന്നെ നമ്മുടെ 1-2 ഫ്രണ്ട്സും മാത്രമായിട്ടുള്ള ഒരു ചെറിയ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ജെൻഡർ റിവീൽ നടത്താം എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് ഇപ്പോൾ തുറന്ന അതിൻ്റെ സർപ്രൈസ് കളയണ്ടെന്നൊരാഗ്രഹമുണ്ട് കേട്ടോ. പക്ഷേ ഇതാണ് എൻ്റെ ടെസ്റ്റ് റിസൾട്ട്. ഇതിനകത്ത് ബേബി ബോയ് ആണോ ഗേൾ ആണോ എന്നുള്ളത് എന്തായാലും ഉണ്ടാവും. എന്നോട് ഡോക്ടർ ചോദിച്ചു ഇങ്ങനെ
ഇപ്പം അറിയണോ അത് എഴുതി തന്നാൽ മതിയോ എന്നുള്ളത്. ഞാൻ പറഞ്ഞു എനിക്കൊരു എൻവലപ്പിലാക്കിയിട്ട് തന്നാൽ മതി, എനിക്കിപ്പോൾ അറിയണ്ട, വി ആർ പ്ലാനിങ് ടു ഹാവ് എ ജെൻഡർ റിവീൽ എന്ന് പറഞ്ഞു. അതൊരു പ്രത്യേക എക്സൈറ്റ്മെൻ്റ് അല്ലേ, എന്താണെന്ന് പറഞ്ഞാലും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ആൾക്കാർക്ക് മിസ് ഔട്ടായി പോകുന്ന ഒരു സംഭവമാണ്. പക്ഷെ ചിലവർക്കുള്ള ഒരു ഒപ്പീനിയൻ ഉണ്ടാവും, ഇല്ല നമുക്ക് കൊച്ചുണ്ടായി കഴിയുമ്പോൾ അറിഞ്ഞാൽ മതി ജെൻഡർ, അപ്പോൾ അതും ഒരു എക്സൈറ്റ്മെൻ്റ് ഉള്ള ഒരു കാര്യമാണ് എന്ന് ചിലവർ പറയുന്നവരുണ്ടാവും. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ബേബിയാണ്, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഓഫ് കോഴ്സ് അങ്ങനെ ഒരു ആഗ്രഹം, ബോയ് ആണോ ഗേൾ ആണോ, ബോയ് ആണെങ്കിലും ഗേൾ ആണെങ്കിലും ഇറ്റ് ഡസൻറ്റ് മാറ്റർ അറ്റ് ഓൾ. പക്ഷേ നമുക്ക് കൂടുതലും ഒന്ന് പ്രിപ്പയർ ചെയ്യാനും എല്ലാത്തിനും കൂടി കുറച്ച് നേരത്തെ ജെൻഡർ അറിയുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് തോന്നി. അപ്പോൾ അതുമാത്രമല്ല ഫസ്റ്റ് ബേബി ആയതുകൊണ്ട് ഞങ്ങൾ ഓർത്തു നമുക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആണ് എല്ലാം കൊണ്ടും. അപ്പോൾ ആദ്യത്തേതിന് നമ്മളിങ്ങനെ അറിഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം റെഡിയാക്കുകയാണെങ്കിൽ ബാക്കി കാര്യങ്ങളും ഓക്കെ ആയിരിക്കുമല്ലോ എന്ന് ഓർത്തു. അപ്പോൾ ഇതെവിടെ ഉണ്ട്. ആക്ച്വലി എനിക്ക് എൻ്റെ ബ്ലഡ് ടെസ്റ്റിനകത്ത് എൻ്റെ റിസൾട്ട് വന്നിരുന്നു. അവരെനിക്കത് മെയിൽ അയച്ചിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ മെയിൽ കിട്ടിയപടിയെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം ഇൻ കേസ് ആ മെയിൽ അവിടെ ഉണ്ടെന്ന് ഹൊസാനയ്ക്ക് അറിയാം എനിക്ക് അങ്ങനെ ഒരു മെയിൽ കിട്ടുമെന്ന്. അപ്പോൾ ആൾക്കത് കിട്ടിയാൽ അവന് ഭയങ്കര ടെൻഡൻസി ഉണ്ടാവും ഇത് തുറന്ന് നോക്കാനായിട്ട്, ആ മെയിൽ ഓപ്പൺ ചെയ്ത് നോക്കാനായിട്ട്. അതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ല മെയിൽ വന്നെന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ കാര്യം ആൾക്ക് അറിയാം, അതായത് ഇങ്ങനെ ഒരു സംഭവം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്ന് ആൾക്കറിയാം. അതുകൊണ്ട് ഇന്ന് വന്നു കഴിയുമ്പോൾ ഇത് തുറന്ന് നോക്കുമോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല. ഐ ട്രൈ മൈ ബെസ്റ്റ് ടു കൺവിൻസ് ഹിം നോട്ട് ടു ഓപ്പൺ ദിസ് വൺ. പക്ഷേ നോക്കാം, ഇനിയിപ്പോൾ ആൾക്കത് നേരത്തെ അറിയണം എനിക്ക് തോന്നുന്നില്ല എന്നെ കൊണ്ട് പറ്റുമെന്ന് അത്ര കൺവിൻസ് ചെയ്യാനായിട്ട്. പക്ഷെ ഞാൻ എന്തായാലും ഇപ്പം അറിയുന്നില്ല എന്ന് വിചാരിച്ചു. എനിക്ക് ജെൻഡർ റിവീലിൻ്റെ സമയത്ത് മാത്രം അറിഞ്ഞാൽ മതി. ഇഫ് ഹൊസാന വാണ്ട്സ് ടു ഡു ഇറ്റ്സ് അപ് ടു ഹിം. എനിക്ക് എന്നെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നതല്ല അത്. അതുകൊണ്ട് അവന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് ഞാനും ഓർത്തു. പടിയാ രണ്ടുപേരും ഒരേ സമയത്ത് അറിയുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. ലെറ്റ്സ് സീ. Anyway, I'm so excited to know whether it's a baby boy or a girl. പക്ഷേ എനിക്ക് സ്ട്രോങ് ആയിട്ട് I feel like it's a baby boy. എനിക്ക് ഇത്രയും മാസമായിട്ടും I have never felt that it's a girl. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ലെറ്റ്സ് സീ. അല്ലേ, നമ്മുടെ ചിലപ്പോൾ അത് മാറി വരാൻ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന പോലെയും പറയുന്ന പോലെയും ഒന്നും അല്ലല്ലോ കാര്യങ്ങൾ. അങ്ങനെ കാത്തിരുന്ന് ആ സമയം എത്തിയിരിക്കുകയാണ് കേട്ടോ. പക്ഷേ നമ്മുടെ പ്ലാനിൽ ചെറിയ ഒരു ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മൾ പുറത്തു പോയി ലേക്ക് സൈഡിൽ പോയിട്ട് ജെൻഡർ റിവീൽ ചെയ്യാമെന്നായിരുന്നു പ്ലാൻ ഇട്ടിരുന്നത്. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും പെട്ടെന്ന് സൺസെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫോട്ടോസൊക്കെ എടുത്തു കഴിയുമ്പോൾ അത്ര ഭംഗിയാവോ ഇല്ലയോ എന്ന് അറിയില്ലാത്തതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാം എന്ന് വിചാരിച്ചു വെക്കാൻ. ഒരു ചെറിയ ഫങ്ഷൻ ആയതുകൊണ്ട് ആകെ ഇത്രയും പേരേ ഉള്ളൂ കേട്ടോ. ഞാനുണ്ട്, ഹൊസാനയുണ്ട്, ഞങ്ങളുടെ 3 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഇത്രയും പേരല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീടിനകത്ത് തന്നെ കുറച്ച് ഡെക്കറേഷൻസ് ചെയ്ത് നന്നായിരിക്കും എന്ന് തോന്നി. ചെയ്തിട്ട് ഭയങ്കര ഭംഗിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഇതൊക്കെ ഞാൻ ആക്ച്വലി ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്, ആ ടെഡി ബെയറും ആ ഒരു ബാസ്ക്കറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ജെൻഡർ റിവീൽ നടത്തുന്നതിന് മുന്നേ ഉള്ള ഒരു ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. Look at the cake. But wait, is the baby called baby Hosanna or baby Aruson? Baby Hosanna. We go with the first name. Your first name. Yeah. So they will take your first name as their surname? Yeah. Oh, okay, amazing. Look at the camera. Look at the cake. And fiddle with your hair. Show some teeth. Chin up. Yeah, smile a bit more. Yes. Lift your... gorgeous. Yes, baby daddy. So Are you Tell me. excited? Yeah, I'm tell excited. us. Yes. Yeah. I'm excited. I need someone, either a girl or boy, to go fishing with me. Yeah. Chill out with my friends. Yes. With their kids. Yeah. And Yes. that's all what love is all about. Yeah. Oh. We are happy to have you. Yeah. No matter however. Yeah. So excited. Right. Yes. Alright, What do we have here? what do we have here? As much as I love girls, I don't know why I still think it's a boy. All right. Yeah, throughout the pregnancy, all this while I felt it as a boy. So I am assuming it's going to be a baby boy. Are you sure? Are you sure? You
have another chance. Well, I thought that mother's instinct won't go wrong. Okay. Alright. It's a girl or a Baby boy? Ozani. Baby, yeah, baby girl. Okay, baby. Yeah, baby girl, right? Because I'm team girl, so it has to be baby girl. Okay. Alright, I'm just excited to see you in 2026. Yay! And we are all here to welcome you. Yes. Okay. Hey, baby Ozani, it's your best auntie here, Auntie Abby. Yeah. I am hoping, I have a feeling that's gonna be a baby boy. Though a baby girl, but I think it's gonna be a baby boy. So, baby Ozani, I'm so excited to see you. Can't wait to celebrate your birth. Baby Hosanna, I'm auntie, and I'm hoping you'll be a boy. I'm so excited. I just hope you come out really nice, healthy, big boy. Let's go. Baby girl is going to be. I'm a team boy, Team boy all the way. And I think it's a boy. Only And one how guy about said you? one girl. Only one girl. I'm team boy too. Actually, I'm team girl. Team girl. I've switched sides. Team girl. Team girl. Hopefully, hey, hope you don't lie to me. Hey, so who do we have? Hi. And we have Girl. team Baby Hosani is gonna be a baby. Baby girl. Be a baby. Girl. 9, 8, 7, 6, 5, 4, 3, 2, 1. Baby boy. The boy is in the building. Baby Hosanna boy now. Oh my goodness. Confirm. Yes. team boy. അങ്ങനെ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ 4 പേരും കൂടെ കൂടി ഭക്ഷണം കഴിക്കാനായിട്ട് ഡിന്നർ കഴിക്കാനായിട്ട് ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ പോയി. ആബിക്ക് വർക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് ആബിക്ക് വരാൻ പറ്റിയില്ല ഞങ്ങളുടെ കൂടെ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ്. നല്ല അടിപൊളി ഒരു ദിവസമായിരുന്നു കേട്ടോ. ഇന്ന് ഞങ്ങളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. എല്ലാവർക്കും ഭയങ്കര സന്തോഷം ഉള്ളൊരു ദിവസമായിരുന്നു. അങ്ങനെ നമുക്ക് ബേബി ബോയ് ആണ്. സോ വി ആർ സോ എക്സൈറ്റഡ് ഫോർ ദിസ് ന്യൂ ജേർണി. എങ്ങനെയാവുന്നൊന്നും എനിക്കറിയത്തില്ല. ബട്ട് യാ ഐ എം ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ്. സോ അന്ന് എടുത്ത കുറച്ച് ഫോട്ടോസും കൂടെ ഞാൻ ഈ വീഡിയോയുടെ കൂടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഉടനെ തന്നെ അടുത്തൊരു വീഡിയോയുമായി എല്ലാവരെയും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, വണക്കം.